ഹലോ ഗായ്സ്, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് മാറ്റി അതിനൊക്കെ പോകണം. അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഡ്രസ്സൊക്കെ സെറ്റാക്കി വെച്ചതാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ ഇടാൻ പോകുന്ന ഡ്രസ്സ്. ഞാനൊരു 3 വർഷം വർക്ക് ചെയ്തിരുന്ന സ്കൂളിലെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ബിന്ദു മിസ്സിൻ്റെ മോനെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ടീച്ചറെ ഇടയ്ക്ക് കാണാറുണ്ട് കേട്ടോ. ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ പിന്നെ ടീച്ചറെ വീട്ടിൽ കയറാറുണ്ട്. അപ്പോൾ ഇന്ന് വേറെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ടീച്ചേഴ്സിനെയൊക്കെ കാണാം. അപ്പോൾ അതിൻ്റെയൊക്കെ എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ പോയിട്ട് വരാം. ഓക്കെ. അങ്ങനെ ഞാനും മോനെല്ലാം കുളിച്ച് സെറ്റായി. പിന്നെ അവനെ മാറ്റിക്കാണ് കേട്ടോ. ഇത് ഭയങ്കര ടാസ്ക്കുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ദാ പമ്പേഴ്സിൻ്റെ കവറൊക്കെ കയ്യിൽ കൊടുത്തു. ഇതുപോലെ കുപ്പായവും പാൻറ്റൊക്കെ ഇടിയിപ്പിച്ച് അങ്ങനെ ഞങ്ങൾ മാറ്റി സുന്ദര കുട്ടപ്പനായിട്ടോ. ഇവനെ മാറ്റിയിട്ട് വേണം എനിക്കൊന്ന് മാറ്റാൻ കേട്ടോ. അവനെ മാറ്റി ഉമ്മാൻ്റെ അടുത്ത് കൊടുത്ത് പിന്നെ ഞാൻ റെഡി ആവാടെ. ഞാനിന്ന് മഫ്ത കുത്തി പോവാണ് കേട്ടോ. കാരണം ഇവനെയും കൊണ്ടാണ് പോകുന്നത്. താമി പിടിച്ച് വലിക്കും ഷാളൊക്കെ ഇട്ടാണ്. പിന്നെ നമ്മളെ മുടിയെല്ലാം നാഗവല്ലിൻ്റെ മാതിരിയാവും. അതുകൊണ്ട് ഷാളൊക്കെ കുത്തി സെറ്റാക്കി പിൻ ചെയ്ത് പോവാണ് കേട്ടോ. ഇതുപോലെ ആക്കിയിട്ട് ഇവിടെ പിൻ ചെയ്ത് ഷാളി സൈഡിലൂടെ എടുത്ത് കുത്തുക കേട്ടോ. അപ്പോൾ നമുക്കൊരു സ്കാർഫ് ഇട്ട് എവിടെ പോയാലും നമുക്കൊരു എന്താ പറയുക, ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യും കേട്ടോ. നമ്മളെവിടെ പിന്നെ മുടിയൊന്നും കാണുന്നില്ല, അങ്ങനെയല്ല മുടിയൊന്നും പറിച്ചിങ്ങനെ എണീറ്റ്, എൻ്റെ മുടിയൊന്നും അങ്ങനെ അടുങ്ങി ഒതുങ്ങി നിൽക്കുകയല്ല കേട്ടോ. ഒരുമാതിരി പറിച്ചുള്ള മാതിരി എണീറ്റങ്ങ് നിൽക്കും കേട്ടോ. പക്ഷെ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. വരുമ്പോൾ എന്താവും കഥ ഒന്നും അറിയില്ല. ചിലപ്പോൾ ഈ മാസത്തൊക്കെ അഴിഞ്ഞ് ചിലപ്പോൾ ബാഗിൽ മടക്കി വെച്ച് ഷാൾ എടുത്തിടും. അങ്ങനത്തെ ഒരു കോലത്തിലേക്ക് ചിലപ്പോൾ തിരിച്ച് വരില്ല കേട്ടോ. പിന്നെ എൻ്റെ അനിയത്തിൻ്റെ ഈ സംഭവം എടുത്ത് ഞാൻ വിചാരിച്ചു ഞാനൊന്ന് ഇട്ടോക്കട്ടെ. ഞാൻ ഇത് സ്റ്റോക്കൊന്നും ചെയ്ത് നടക്കല്ല കേട്ടോ. കല്യാണത്തിൻ്റെ മുന്നൊക്കെ ഇടാറുണ്ടായിരുന്നു, ഇപ്പോൾ ഇടലില്ല. അപ്പോൾ അത് മസ്കാര ഗൈസ്. അപ്പം ഞാൻ അവിടെ തന്നെ വെച്ചത്, അതെനിക്ക് വേണ്ട. അങ്ങനെ ഞങ്ങൾ രണ്ടാളും സെറ്റായി. ഞങ്ങളെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? രസമുണ്ടോ? സൂപ്പറാണോ? അപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടാളും സുന്ദരിയും സുന്ദര കുട്ടപ്പനുമായിട്ട് കല്യാണത്തിന് പോവാൻ റെഡിയായിട്ടോ. ഞാൻ സ്വന്തം ഇങ്ങനെ പുകഴ്ത്തുക. അങ്ങനെതാ ഞാൻ എവിടെ പോവാണേലും കുറച്ച് ലേറ്റാവും. 11 മണിക്ക് കയറാം, 11:30. അങ്ങനെ എങ്ങനെ ലേറ്റ് ആവും കേട്ടോ. അവസാനം കുറേ കാത്തു നിന്നൊരു ഓട്ടോ കിട്ടി. ഞങ്ങളുടെ നാട്ടിൽ പിന്നെ റോഡ് പണി നടക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വണ്ടിയൊക്കെ പോകാൻ ഭയങ്കര പ്രയാസമുണ്ട് കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ ബസ്സിലെത്തി കിട്ടി കേട്ടോ. ബസ്സിൽ പിന്നെ അടിപൊളിയായിരുന്നേ. സൈഡ് സീറ്റും നല്ല അടിപൊളി പാട്ടും. എനിക്കിത് ചെറുപ്പത്തിലേ ഇഷ്ടമാണ്. ഇങ്ങനെ സൈഡ് സീറ്റ് കിട്ടണോ, അല്ലേ ഭയങ്കര ബോറാണ് എനിക്ക് ഛർദ്ദിക്കാനൊക്കെ വരിക. സൈഡ് സീറ്റ് കിട്ടിയാൽ പിന്നെ അടിപൊളി യാത്രയല്ലേ, പാട്ടൊക്കെ ഇട്ട്. എൻ്റെ ബാക്ക് ക്യാമറ കേടാണ് കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ ബാക്ക് ക്യാമറ ആണ്. ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച സകല വീഡിയോസും ഞാൻ എടുക്കാറ് കേട്ടോ. അതിൻ്റെ കുറേ പ്രയാസമുണ്ട്. അപ്പം നമ്മുടെ ഓഡിറ്റോറിയം എത്തി, കല്യാണമുള്ള ഓഡിറ്റോറിയം എത്തി. അവിടെ നമ്മൾ എത്തിയപാടെ തന്നെ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ കിട്ടിയിട്ടോ കുടിക്കാൻ. അപ്പം ഞാൻ അകത്തേക്ക് പോയി. ഇതാണ് കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട ബിന്ദു മിസ്സിൻ്റെ മകൻ്റെ കല്യാണമാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ തന്നെ നമ്മൾ അവിടെ എത്തിയപ്പം വധു മണ്ഡപത്തിലേക്ക് ഇങ്ങനെ വരുന്നൊരു ഇതില്ലേ, ആ ഒരു സംഭവം, ആ സമയത്താണ് ഞാൻ അവിടെ ഏതായാലും എത്തിയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കല്യാണം കാണാൻ, കൊട്ടുക, അങ്ങനത്തെ ഓരോ സംഭവമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ നോക്കി ആസ്വദിച്ച് നിൽക്കുകയാണ്. പിന്നെ അത് കാണാൻ മുന്നിലിരിക്കണം എന്നൊക്കെ വിചാരിച്ച ആളാണ് കേട്ടോ ഞാൻ. പക്ഷേ സദസ്സ് ഫുള്ളാണ്. ഞാൻ ബാക്കിൽ ഇങ്ങനെ കഷ്ടിച്ച് അവിടെ പിടിച്ച് നിന്നതാട്ടോ. അപ്പോൾ അതാ നമ്മളെ സ്കൂളിൽ ആദ്യം ഉണ്ടായിരുന്ന ടീച്ചേഴ്സിനെയൊക്കെ കണ്ട് അവരോടൊക്കെ കുറേ സംസാരിച്ചു. ഭയങ്കര സന്തോഷം. കാരണം ഒരു 4-5 വർഷത്തിന് ശേഷമാണ് ഇവരെയൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ കുറേ സംസാരിച്ചിരുന്ന് മോനൊക്കെ ഇതാ എല്ലാവരും എടുത്ത് ഇങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ കണ്ടോ, നിങ്ങൾ കണ്ടില്ലേ സദസ്സ്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ അതിൻ്റെ മുന്നിൽ പോയി കണ്ട, ബാക്കൊന്നും കുറച്ചൊക്കെ കാണുള്ളൂ. അപ്പോൾ മുന്നിൽ കാണാനൊരാകാംക്ഷ ഇഷ്ടം. അപ്പം ഞാൻ മുന്നോട്ട് നടന്നു കേട്ടോ. അങ്ങനെ നടന്ന് മുന്നിൽ ഞാനൊരു ചേട്ടൻ്റെ പിറകിലായിട്ട് പോയി നിന്ന് നന്നായിട്ട് വീഡിയോ എടുത്തു. അത് കാണുകയും ചെയ്തു കേട്ടോ. ഭയങ്കര ആ സൗണ്ടൊക്കെ അല്ലേ, ഇങ്ങനെ താലി കെട്ടണ ആ സൗണ്ടോ, പിന്നെ അങ്ങനെ മാല ഇടുന്നതും അതൊക്കെ അങ്ങനെ നിന്നിട്ടോ. ഭയങ്കര രസമാണല്ലേ അത് കാണാൻ. ഒരു കുറേ പേരിട്ടോ അത് വീഡിയോയിൽ പകർത്തുന്നവർ, ഫോട്ടോ എടുക്കുന്നവരൊക്കെ കേട്ടോ. അപ്പം എനിക്ക് സീറ്റൊന്നും കിട്ടിയിട്ടില്ല. ഞാനിവിടെയൊക്കെ പിടിച്ചിരുന്നെല്ലാം കണ്ട് മോനെ ഞാൻ
എൻ്റെ ആദ്യം എൻ്റെ കൂടെ വർക്ക് ചെയ്ത ടീച്ചേഴ്സിൻ്റെ അടുത്താക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഞാനിതൊക്കെ എടുക്കാൻ വന്നത് കേട്ടോ. ഇങ്ങനെ എൻ്റെ കൂടെയുള്ള വേറെ ടീച്ചേഴ്സിനെയും കണ്ടിട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അവരൊക്കെ കുറേ ആയി കണ്ടിട്ടോ. അതിൻ്റെ ഒരു സന്തോഷമാണ്. പിന്നെ ഇതാണ് ഞങ്ങൾ സ്കൂളിലുണ്ടായിരുന്ന ഡ്രൈവറായിരുന്നു കേട്ടോ. മൂപ്പരെ വീട്ടിൽ ഞാൻ ഫുഡൊന്നും കൊണ്ടുവരാത്ത ദിവസമൊക്കെ മിക്ക ദിവസങ്ങളിലും അവിടെ പോയി ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കുറേ സംസാരിച്ചൊക്കെ അവിടെ ഇരുന്ന് എല്ലാവരും കൂടി. അങ്ങനെ ഫുഡിൻ്റെ ടൈമായി. ഭയങ്കര തിരക്കാണ്. അപ്പോൾ സദ്യയാണ്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സദ്യ. അങ്ങനെ ഞാൻ എൻ്റെ മോന് കുറച്ച് ഫുഡ് അവിടെ നിന്ന് വാങ്ങിക്കൊടുത്തിട്ടോ. അപ്പം ഭയങ്കര കരച്ചിലായിരുന്നു. ഒരു സൈഡിലിരുന്ന് കുറച്ച് ചോറും പപ്പടവും കൂട്ടിയിട്ട് അവന് വാരി കൊടുത്തിട്ടോ. പിന്നെ അവനിട്ട ബനിയനും ട്രൗസറൊക്കെ ഊരി പമ്പേഴ്സ് മാത്രം ഇടിപ്പിച്ചിട്ടാണ് കൊടുത്തത്. അല്ലെ ഫുള്ള് പിന്നെ ഭക്ഷണം കേട്ടോ. പിന്നെ അവസാനം എനിക്കൊരു സീറ്റ് കിട്ടി. ഞാൻ അവിടെ ഇരുന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കാനുള്ളതിലാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, മോളെ നീ എങ്ങനെ ആ കുട്ടീൻ്റെ അടുത്ത് ഭക്ഷണം കഴിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ നോക്കിത്തരാം പിന്നെ നിങ്ങൾ ടെൻഷനൊന്നും ആവേണ്ട, ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾ നോക്കിത്തരാമെന്ന് പറഞ്ഞു കേട്ടോ. അതൊന്നും വേണ്ട, അവനെൻ്റെ മടി ഇരുന്നാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതൊരു മോള് ഞാൻ എന്താ ഇപ്പം ചെയ്യുന്നതെന്നറിയാം അവളൊന്ന് എത്തി നോക്കിയതാണ് കേട്ടോ. അങ്ങനെ അവിയൽ വിളമ്പി. പിന്നെ നമ്മുടെ ചോറ് വന്നു കേട്ടോ. പിന്നെ ചോറൊക്കെ ചോറിട്ട് സാമ്പാറൊക്കെ ഒഴിച്ചാൽ വേഗം കഴിച്ചിട്ട് വീട്ടിലേക്ക് പോവാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മോന് കുറച്ച് ബഹളമായിരുന്നു കേട്ടോ. അങ്ങനെ സാമ്പാറൊക്കെ ഒഴിച്ചു, പപ്പടമൊക്കെ കിട്ടി. അങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഞാൻ കുട്ടികൾ വന്ന് മോനെടുത്ത് കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ ഞാൻ കൈയൊക്കെ കഴുകണ വരെ ആ മക്കളെ അതിനെ എടുത്ത് കളിപ്പിച്ചു. അവരൊക്കെ ഫുഡിന് വെയിറ്റ് ചെയ്യാനേ. അപ്പോൾ ഞാൻ വിചാരിക്കുക ഈ കാലത്ത് ഞാൻ ഇങ്ങനത്തെ കുട്ടികളെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറേ താങ്ക്സൊക്കെ പറഞ്ഞു. പിന്നെ ഫുഡൊക്കെ കഴിച്ചത് അവനപ്പൊക്കെ ഡ്രസ്സ് മാറ്റിച്ചതാണ് കേട്ടോ. എന്നിട്ട് അവരെ കയ്യിൽ കൊടുത്തത്. അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റേജിലേക്ക് പോയിട്ടോ. അവിടെ അപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുകയാണ്. അപ്പം ഞാനും അവരെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു, വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ അവിടെ ആളുകളൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ബസ് കിട്ടി. ആ ക്ഷീണം മാറ്റാൻ വേണ്ടി ഞാൻ ഒരു ലൈം വാങ്ങി കുടിച്ചിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉമ്മാനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉമ്മ ഭയങ്കര വെയിലാണ്, തീരും വയ്യ, പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് വെള്ളം വെക്കണേ, തണുത്ത വെള്ളം വേണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബസ് കിട്ടി, കയറി. മോനും ഇപ്പോൾ ഭയങ്കര കച്ചറാണ്, ചൂടെടുത്തിട്ട്. പിന്നെ അവൻ അങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയ ഉമ്മ വെള്ളമൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഓക്കെ, ബായ്.